മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. വനിതാ കമ്മീഷന്റെ പറന്നുയരാം കരുതോടെ പരിപാടിയിൽ സംസാരിച്ച കാര്യങ്ങൾ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സ്വന്തം ജീവിത അനുഭവങ്ങളെക്കുറിച്ചും അമ്മ സ്വയം സന്തോഷം കണ്ടെത്തി പ്രചോദനമായി മാറിയതിനെക്കുറിച്ചുമായിരുന്നു അവർ സംസാരിച്ചത്. ചുറ്റും കാണുന്ന കാര്യങ്ങൾ എനിക്ക് പ്രചോദനമായി തോന്നിയ കാര്യങ്ങളും അതിലെനിക്ക് തോന്നിയ വലിയ പ്രതീക്ഷകളും നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പരിപാടിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ കാണിച്ചു തന്നു. അത് ജലജ എന്ന് പറയുന്ന ചേച്ചിയുടെ വീഡിയോ ആയിരുന്നു. ആ ചേച്ചിയിൽ ഞാൻ കണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ അതിനുള്ള സാഹചര്യം ജീവിതത്തിൽ വന്നിട്ടില്ല. അവരുടെ ജോലി എന്ന് പറയുന്നത് കാശ്മീരിൽ നിന്നും കേരളത്തിലേക്ക് ആപ്പിൾ എത്തിക്കുന്നതാണ്. ജലജ ചേച്ചി ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഹെവി ലൈസൻസ് എടുത്തു. അപ്പോൾ കാശ്മീരിൽ നിന്ന് കേരളത്തേക്ക് ആപ്പിൾ കൊണ്ടുവരുന്ന ലോറികളിൽ ഒരെണ്ണം ഓടിക്കുന്നത് ജലജ ചേച്ചിയാണ്. അതുമാത്രമല്ല, ചേച്ചിയുടെ മക്കളും ചേച്ചിക്കൊപ്പം യാത്രകളുണ്ട്. വ്ളോഗുകളൊക്കെ ചെയ്ത് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. എല്ലാവർക്കും തോന്നിയ ഒരു ധൈര്യം, ചിന്തയുമാണ് അതെനിക്കിന്ന് തോന്നി. ആ ചേച്ചിയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലൊരു ഉദാഹരണം പറയണമെന്ന് തോന്നുന്നു. അമ്മ എപ്പോഴും ജീവിതത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് അമ്മ. ബോബനെയും മോളിയെയും പോലെ അച്ഛനെയും അമ്മയും എനിക്കും ഒന്നിച്ചേ കാണാൻ പറ്റുന്നേയുള്ളൂ. അച്ഛൻ്റെ മരണശേഷം അമ്മ അതെങ്ങനെ ഉൾക്കൊള്ളുമെന്നോർത്ത് ഞാനും ചേട്ടനും ടെൻഷനടിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊരു ബാധ്യതയാവരുതെന്ന് സ്വയം തീരുമാനിച്ച പോലാണ് അമ്മ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓരോന്നൊന്നായി ചെയ്തു തുടങ്ങി. അമ്മയ്ക്ക് നൃത്തം പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. പാട്ട് പഠിക്കാനും അതിനൊക്കെ സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് അമ്മ പോയി പഠിച്ചു. കോളേജ് കാലത്ത് എഴുത്തനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ചെറിയ എഴുത്തിലൂടെ അതും പൊട്ടിത്തട്ടിയെടുത്ത് പുസ്തകം വരെ പബ്ലിഷ് ചെയ്തു അമ്മ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് ചെയ്ത് എടുത്ത് ചെയ്താനും സ്വന്തം സന്തോഷം കണ്ടെത്താനും വേദികളിലൂടെ പെർഫോം ചെയ്യാനും ചെയ്തു. ഞാൻ കേട്ടിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ വരെ ചെയ്യുന്നുണ്ട്. സുഹൃത്ത് സംഘങ്ങളൊക്കെ ഉണ്ടാക്കി അവരോടൊപ്പം യാത്ര പോവുകയാണ് അമ്മ ഇപ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം സന്തോഷം കണ്ടെത്തി എൻ്റെ മുമ്പിൽ ഏത് പ്രായത്തിനും അവനവന് സന്തോഷം കണ്ടെത്തൽ, അവനവൻ ആഗ്രഹിച്ചാൽ അത് കണ്ടെത്താം എന്ന ജീവിതത്തിലൂടെ തെളിയിച്ചത് തന്നെയാണ് എൻ്റെ അമ്മ.